ഞാൻ 15 വർഷക്കാലമായിട്ട് നിങ്ങളുടെ സേവനം ചെയ്തപ്പോൾ പല തെരഞ്ഞെടുപ്പിലും പല അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ കേൾക്കാനുള്ള പിന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയത്തിൽ നടക്കുമെന്ന് വിചാരിച്ച് നമ്മൾ വിട്ടുപോയി. ഈ തവണ പ്രത്യേകിച്ച് നമ്മുടെ എതിരാളികൾ നടക്കുന്നത് 15 വർഷക്കാലം ഒന്നും നടന്നിട്ടില്ലല്ലോ തിരുവനന്തപുരത്ത് എന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾക്കൊരു മറുപടി കൊടുക്കാൻ ഒരു 68 പേജിൻ്റെ മറുപടിയാണ് ഇപ്പോൾ ഇറക്കുന്നത്, ഇംഗ്ലീഷിലും മലയാളത്തിലും. ഇംഗ്ലീഷ് ഒരു എതിരാളിക്ക് വായിക്കാൻ കൂടെ സൗകര്യം ഉണ്ടാവും വിചാരിക്കുന്നു. മറ്റേ ആൾക്കാർക്ക് വായിക്കാനുള്ള എല്ലാ ഭാഷയിലും നമ്മൾ ജനങ്ങളുടെ അടിയിൽ എത്തിക്കണം. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് മാത്രമാണ്. നമ്മൾ പല കാര്യങ്ങളെ ഈ നഗരത്തിന് വേണ്ടി ചെയ്യാൻ സാധിച്ചു. ഞാൻ ആദ്യം വന്നപ്പോൾ ഞാൻ തന്നെ സംബന്ധിച്ച് പല കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. എനിക്കിപ്പോൾ കൂടി ഓർമ്മയുണ്ട്, ഒരു ആദ്യത്തെ ചടങ്ങിൽ ഒരു മാധ്യമ സ്ഥാപനം പല പ്രധാനപ്പെട്ട വ്യക്തികളെ വിളിച്ചു. അതിന് അടൂർ പ്രകാശുണ്ട്, അടൂർ ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, വേറെ ജനങ്ങളുണ്ടായിരുന്നു. 15 വർഷം മുമ്പ് കഥ പറയണം ഞാൻ. അവിടെ ആൾക്കാരൊക്കെ ഏതൊക്കെയാണ് അവരുടെ മനസ്സിൽ ഈ നാടിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞ് എന്നെ പഠിപ്പിച്ചു. അത് മുതൽക്ക് തന്നെ ഞാൻ ഓരോരോ കാര്യത്തിൽ ഇടപെട്ടതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ എത്തുന്ന സമയത്ത് അറിയാത്ത ചില കാര്യങ്ങളായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ. ഉദാഹരണമാണ് ഈ നാഷണൽ ഹൈവേ ബൈപ്പാസിൻ്റെ കഥ. ഞാൻ പ്രചരണം ആരംഭിച്ച ശേഷമാണ് ആൾക്കാർ കണ്ണിൽ നീര് വെച്ചിട്ട് വന്ന് പറഞ്ഞത്, നോക്കൂ സാറേ, 40 വർഷമായി ഞങ്ങളുടെ ഭൂമിയിൽ കല്ലിട്ടിട്ട്, പക്ഷേ ഈ ഹൈവേ ആരും കെട്ടിയിട്ടില്ല. ഓരോരോ തടസ്സങ്ങൾ പണ്ടത് മാറ്റിയിരിക്കും. 40 വർഷം കഴിഞ്ഞു. നിങ്ങൾ ഒന്നുമല്ലെങ്കിൽ ഈ കല്ല് മാറ്റിത്തരൂ, അല്ലെങ്കിൽ ഈ ഹൈവേ കെട്ടിത്തരൂ. ഈ സ്ഥിതി ഞങ്ങൾക്ക് തുടരാൻ സാധിക്കില്ല. ഞാനതിനൊരു വെല്ലുവിളി എടുത്തിട്ട് എൻ്റെ ആദ്യത്തെ മീറ്റിംഗ് ജയിച്ച ശേഷം ഡൽഹിയിൽ നാടിന് തിരിച്ചു പോയപ്പോൾ ആ കാലത്ത് ഹൈവേ മന്ത്രി ശ്രീ കമൽനാഥിനൊപ്പമായിരുന്നു. ആ കാലം മുതൽക്ക് മന്ത്രിമാരെയും കണ്ടിട്ടും നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടും ഈ പ്രോജക്റ്റിന് അപ്രൂവൽ മേടിച്ച് അതിനെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി. എനിക്കറിയാം, അവസാന മന്ത്രി അതേ കാര്യത്തിൽ ഓസ്കർ ഫെർണാണ്ടസ് അതെല്ലാം കഴിഞ്ഞ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി 2013 യൂണിയൻ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ട് പിന്നെ എല്ലാ സ്റ്റേജിലും ഈ റോഡിനെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി എല്ലാത്തിലും മുൻകൈ എടുത്ത് സർവേ നടത്താൻ സർവേയർമാരെയൊക്കെ വേറെ ജോലിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. റവന്യൂ മിനിസ്റ്ററെ വിളിച്ചിട്ട് സർവേ നടത്തിപ്പിക്കാനും സമയത്ത് ഇറക്കാനും ഗസറ്റ് നോട്ടിഫിക്കേഷന് സമയത്ത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി പ്രിന്ററിനെ വിളിച്ചതും കൂടി അടക്കം ഞാൻ ഏറ്റെടുത്തു. എനിക്ക് മനസ്സിലായി, ആൾക്കാർ ചിലവർ വിചാരമാണ് മുദ്രാവാക്യങ്ങൾ വിളിച്ചാൽ വികസനം വരുന്നത്. എനിക്കറിയാം അത് സത്യമല്ല. നമ്മൾക്ക് ഓരോരോ കാര്യത്തിൽ ഒരു ഡിലിജൻസോടെ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ. അതോടെ വലിയ അഭിമാനത്തോടെ ഇതെല്ലാം നടന്ന് ഔപചാരികമായിട്ട് പ്രഖ്യാപിച്ച ശേഷം ആദ്യത്തെ ചെക്കുകൾ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ നിന്ന് ജനങ്ങൾക്ക് കൊടുക്കുന്നത് കാണാൻ എനിക്ക് എത്ര വലിയൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അത് മാത്രമല്ല, ഇത് 2014 തെരഞ്ഞെടുപ്പിൻ്റെ കോഡ് ഓഫ് കോണ്ടക്ട് വരുന്ന മുമ്പെല്ലാം ആരംഭിച്ച കാരണം ഇലക്ഷൻ വന്നിട്ടും കൂടി പ്രവർത്തനം ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിച്ചു. അതോടെ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസം കിട്ടി, പ്രത്യേകിച്ച് 40 വർഷം മുതൽ കാത്തിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖൻ്റെ വിഷയം നോക്കുകയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഇത് 1992 ശ്രീ എ കെ ആന്റണിയുടെ കാല സമയത്ത് പിന്നെ ശ്രീ എം വി രാഘവൻ പ്രഖ്യാപിച്ച ഒരു സ്വപ്നമായിരുന്നു. ഞാൻ ഇവിടെ 2008-2009 എത്തുമ്പോൾ 10-16 വർഷമായിട്ടൊന്നും നടക്കാത്ത ഒരു പദ്ധതിയായിട്ടാണ് എല്ലാവരും എന്നെ വന്ന് കണ്ടത്. ഒരു വിഴിഞ്ഞം ആക്ഷൻ കൗൺസിൽ ഉണ്ടായിരുന്നു. അവിടെ താമസിക്കുന്ന തീരദേശത്തെ ആൾക്കാരാണ് പ്രത്യേകിച്ച് എന്നെ ചൂണ്ടിക്കാണിച്ചത് ചെയ്യണമെന്ന്. ഇതെല്ലാം കണ്ടിട്ട് ഇൻഫാക്ട് ഇവിടെ നമ്മുടെ വെള്ളായമ്പലം ബിഷപ്പിൻ്റെ തൊട്ടടുത്തൊരു ആനിമേഷൻ സെൻറ്ററിൽ അവർ വികാരി ജനറലിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു ചടങ്ങ് നടത്തി എല്ലാവരെയും അഭിപ്രായങ്ങൾ കേട്ടു. ഇങ്ങനെയെല്ലാം ചെയ്തിട്ടാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് സംസാരിച്ചിട്ട് ഇതിനെ നമ്മൾ പ്രാധാന്യം കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചത്. ശ്രീ അച്യുതാനന്ദ സമയത്തെ അവർ ടെൻഡർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ കമ്പനികൾ പങ്കെടുത്തതിനെ നമ്മുടെ കേന്ദ്ര സർക്കാർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. കാരണം അതിലൊക്കെ ചൈനീസ് പങ്കമുണ്ടായിരുന്നു. അത് നമ്മൾ ഒരു വലിയൊരു പ്രധാനപ്പെട്ട തുറമുഖം അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ശേഷം അവസാനത്തിൽ ശ്രീ അച്യുതാനന്ദ കാലത്തിൽ ഒന്നും നടന്നില്ല. അപ്പോഴാണ് ശ്രീ ഉമ്മൻചാണ്ടി വന്നപ്പോൾ വീണ്ടും ടെൻഡർ ഇറക്കിയത്. ആദ്യത്തെ ടെൻഡറിൽ നിങ്ങൾക്കറിയാം ഒരൊറ്റ വയബിൾ ബിഡ് ഉണ്ടായിരുന്നില്ല. ആരും ബിഡ് ചെയ്ത് അവർക്ക് തീരെ കഴിവില്ലാത്ത കമ്പനികളായിരുന്നു. ആ സ്ഥിതിയിൽ മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞു, ശശി ദയവായിട്ട് നിങ്ങളുടെ എല്ലാ വ്യക്തിബന്ധങ്ങളും ഉപയോഗിച്ചിട്ട് ചെയ്തു തരണം. ഇത് നാടിൻ്റെ ഒരു വലിയ ആവശ്യമാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും പിന്നെ വല്ലവരും കണ്ടുപിടിക്കണം. ഞാൻ ഒരിക്കലും കൂടി ടെൻഡർ ഇറക്കാൻ പോവാണ്. ഇനി ആരും വന്നിട്ടില്ലെങ്കിൽ നമുക്ക് വലിയൊരു വീഴ്ചയായിരിക്കും മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തോടെ ഞാൻ ന്യൂയോർക്കിൽ ഒരു പ്രസംഗത്തിന് പോകുന്ന സമയത്ത് ഒരേ ഒരു ലൈനിൽ നിൽക്കുന്നു. ഞാൻ അറിയാത്തൊരു വ്യക്തിയായിരുന്നു ആ കാലത്ത്, ശ്രീ ഗൗതം അദാനി. അദ്ദേഹം എന്നെ റെക്കഗ്നൈസ് ചെയ്ത്, ഞാൻ അദ്ദേഹത്തെ നേരത്തെ അറിഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ സംസാരിച്ച് എനിക്ക് ഫ്ലൈറ്റിലൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ടാവും.
ശരി നമ്മൾ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഫ്ലൈറ്റിൽ ഇരുന്ന് സംസാരിച്ചിട്ട് വിഴിഞ്ഞത്തിൻ്റെ ആവശ്യവും ഈ രാജ്യത്തിൻ്റെ ഇതിൻ്റെ പ്രാധാന്യവും കേരളത്തിനും ദക്ഷിണ ഭാരതത്തിനും ഗുണം ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ന്യൂയോർക്കിൽ ലാൻഡ് ചെയ്ത് ഉടനെ ഈ ടെൻഡർ ഡോക്യുമെൻ്റ് മേടിക്കാൻ എൻ്റെ സ്റ്റാഫിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. അദ്ദേഹം പറഞ്ഞ പോലെ വാക്ക് പാലിച്ചു, ടെൻഡറിൽ ബിഡ് ചെയ്തു. അതെല്ലാം ചെയ്ത ശേഷം അദ്ദേഹത്തിൻ്റെ ഒറ്റ വയബിൾ ബിഡ് വന്ന ശേഷമാണ് നമുക്ക് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പദ്ധതി ആരംഭിച്ചത്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ എല്ലാം ഓരോന്ന് പൂർത്തിയാക്കാനും നമ്മൾക്ക് അതിൻ്റെ ഒപ്പം നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മളുടെ നാഷണൽ ഹൈവേൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഒരു 101 സമയത്തിൽ 101 103 എൻ്റെ സ്റ്റാഫിൻ്റെ കണക്ക് പ്രകാരം നമ്മൾ ഓരോരോ ഭാഗത്ത് ഇടപെടാൻ ആവശ്യമുണ്ടായിട്ടായിരുന്നു. ചില സമുദായ വിഷയങ്ങൾ, ചില ഒരു സ്ഥലത്ത് ഒരു അണ്ടർ പാസ് വേണം, അല്ലെങ്കിൽ ഒരു ഇൻ്റർചേഞ്ച് വേണം, അല്ലെങ്കിൽ ഒരു ഓവർ പാസ് വേണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അവരുടെ ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ സമരവും കൂടി ഉയർത്തിയപ്പോൾ ഞാനാണ് അവരിപ്പോൾ കണ്ട് സംസാരിച്ചിട്ട് ആശ്വാസം കൊടുത്ത് നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഇതൊക്കെ ഒരു പരിഹാരം കൊണ്ടുവരാൻ ചെയ്തത്. അപ്പോൾ പിന്നെ ചിലർ പറയുന്നു ഈ റോഡിനെ പൂർത്തിയാക്കിയത് ഞാൻ തരൂർ കൊണ്ടുവന്നിട്ടാണ്, പക്ഷെ പൂർത്തിയാക്കിയത് BJP ആണെന്ന് പറയുമ്പോൾ ആ പൂർത്തിയാക്കണേലും നിലവിലുള്ള MP ആയിട്ട് എനിക്ക് വലിയൊരു പങ്കുണ്ടായിരുന്നു. അത് അവിടുത്തെ ജനങ്ങൾക്കറിയാം. ഞാൻ നിങ്ങളോടൊന്ന് ചൂണ്ടിക്കാണിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ഇത് ചെറിയ കാര്യങ്ങൾ, ആൾക്കാരുടെ ജീവിതത്തിനെ തൊടുന്ന ഓരോരോ കാര്യങ്ങൾക്കൊരു MP-ക്ക് ഡൽഹിയിൽ ചെയ്യാൻ സാധിക്കും. അത് താങ്കളുടെ സ്വാധീനം ഉപയോഗിക്കാൻ അറിയണം. ഒരു ഉദാഹരണം ആണെങ്കിൽ പാരശാലയിൽ 27 വർഷമായിട്ട് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ട്രെയിൻ നിൽക്കണമെന്ന്. ഇത്ര വലിയ സ്റ്റേഷൻ, പക്ഷെ ആകെ രാവിലെ ഒരു ട്രെയിൻ ഈ വഴിക്കും വൈകുന്നേരം ഒരു ട്രെയിൻ ആ വഴിക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ MP ആകുന്ന സമയത്ത്. അവരെല്ലാവരും വലിയൊരു ആവശ്യമായിരുന്നു. ഞാൻ റെയിൽവേ ബോർഡ് ചെയർമാനെ കണ്ടിട്ട് അദ്ദേഹം സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് ഇതിൻ്റെ പ്രാധാന്യം എല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടാണ് വലിയ സന്തോഷത്തോടെ 4 എക്സ്പ്രസ് ട്രെയിനുകൾ പാരശാലയിൽ നിൽക്കാൻ തുടങ്ങിയത്. അപ്പോൾ വിചാരിക്കും ഒരു സാധാരണ വ്യക്തി തിരുവനന്തപുരത്ത് ജോലിയെടുക്കാൻ വേണ്ടി എല്ലാ ദിനവും 50 രൂപ ചിലവാക്കി ബസ്സിൽ കയറി 2 മണിക്കൂർ ഇരുന്നിട്ട് ട്രാഫിക്കിൽ തിരുവനന്തപുരത്ത് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടൊരു വ്യക്തി ഇപ്പോൾ 5 രൂപ അത് കഴിഞ്ഞിട്ട് 10 ആയി. 10 രൂപയ്ക്ക് 1 മണിക്കൂറിനകത്ത് നഗരത്തിൽ ട്രെയിനിലെത്താൻ സാധിക്കുന്നവർക്ക് അതൊരു സൗകര്യമല്ലേ? ഇതും വികസനമല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് എല്ലാ തവണയും എല്ലാ വർഷവും ഉണ്ടായി. തിരുവനന്തപുരത്ത് ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല ഇത് പറയണം, ഇനി നടക്കും. അതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഗ്യാരണ്ടിനെ കുറിച്ച് നമ്മളൊന്ന് ചോദ്യം ചോദിക്കേണ്ടത്. ഇതുവരെ ഈ 10 വർഷക്കാലം മോദി സർക്കാരിന്റെ ഭരണത്തിൽ എന്താണ് അവര് കേരളത്തിന് വേണ്ടിയിട്ടോ തിരുവനന്തപുരത്ത് വേണ്ടിയിട്ടോ ചെയ്തിരിക്കുന്നത്? അത് ചൂണ്ടിക്കാണിക്കാൻ ഒരു ചോദ്യമാണ്. കാരണം അവരുടെ റെക്കോർഡ് എന്താണ്, അവര് ഗ്യാരണ്ടി എന്താണ്? വാഗ്ദാനം തന്നതിനെ അവർ പാലിക്കില്ല. അത് മാത്രമേ ഗ്യാരണ്ടി ഉള്ളൂ. ഞാൻ 3 വാഗ്ദാനങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ. പാർലമെന്റിൽ വാഗ്ദാനം തന്നതാണ് ഒന്ന് പ്രത്യേകിച്ച്. അത് എഴുതി 2015-16 ബജറ്റിൽ നമ്മളുടെ തിരുവനന്തപുരത്തിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസ് ആക്കാന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് ബഡ്ജറ്റിലും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അവർ ആ വാഗ്ദാനത്തിനെ അവർ പാലിച്ചില്ല. അത് മാത്രമല്ല, ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് നോർത്ത് ഈസ്റ്റേൺ പ്രദേശത്തിലാണ്, കേരളത്തിലല്ല. അതുപോലെ തന്നെ ഞാൻ പാർലമെന്റിൽ നിരവധി തവണയും മന്ത്രിമാർക്ക് എഴുതിയിട്ടും ആവശ്യപ്പെട്ട ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ആയുർവേദ വേണമെന്ന് പറഞ്ഞപ്പോൾ കുറെ അതേ വാഗ്ദാനം തന്നു. ഇവിടെ വന്നിട്ട് മന്ത്രി ഒരു തിരുവനന്തപുരത്ത് ഒരു ചടങ്ങിനും കൂടി പ്രഖ്യാപിച്ചു ഈ ആവശ്യം ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്, ഇതിന് എന്തായാലും പൂർത്തിയാക്കാന്ന് പറഞ്ഞ ശേഷം ആ നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ ആയുർവേദ സ്ഥാപിച്ചത് എവിടെയാണ്? ഗുജറാത്തിൽ. അത് മാത്രമല്ല, അവസാനത്തിൽ നിങ്ങൾക്കറിയാം ഈ നാടിന് വേണ്ടി ഒരു എയിംസ് തരാമെന്ന് പറഞ്ഞു. എയിംസ് എവിടെ വന്നിരിക്കുന്നത്? 10 വർഷമായി അവർ പല സംസ്ഥാനങ്ങൾ, അവർക്ക് സൗകര്യമുള്ള സംസ്ഥാനങ്ങളിൽ അവർ എയിംസ് ഇറക്കിയിട്ടുണ്ട്. കേരളത്തിൽ ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഇതുവരെ വന്നിട്ടില്ല. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന ശേഷം ചില വാഗ്ദാനം വന്നിട്ട് ഈ 10 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെന്റേഴ്സ് കൊണ്ടുവരുന്നത്. അത് എപ്പോൾ പൂർത്തിയാകും നമ്മൾ കാണാം. പക്ഷെ അതല്ല പ്രശ്നം ഇത് മാത്രമാണ്. ഇതുവരെ വാക്ക് പാലിക്കാത്തൊരു സർക്കാർ വന്നിട്ട് പുതിയ വാഗ്ദാനങ്ങൾ തരുമ്പോൾ നമ്മൾക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിനെ വിശ്വസിക്കുന്നത്? ഇതല്ലേ നമുക്ക് ചോദിക്കാനുള്ള അവകാശം. അഥവാ ഒരു മനുഷ്യൻ ഒരിക്കൽ മാത്രമല്ല 3 തവണ വാഗ്ദാനങ്ങളെ പാലിക്കാതെ പൊളിച്ച് ശരിക്ക് കള്ളത്തരം പറഞ്ഞെന്ന് ചൂണ്ടിക്കാണിച്ച സർക്കാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്യാരണ്ടി പറയുന്നത്? പിന്നെ ആർക്കാണ് ഈ ഗ്യാരണ്ടികൾ? ചില സംവരണക്ക് ഈ മോദി സർക്കാരിന്റെ ഗ്യാരണ്ടി ഉണ്ടായിട്ടുണ്ട്. സാധാരണക്കാർക്ക് വല്ല ഗ്യാരണ്ടി ഉണ്ടായിട്ടുണ്ടോ? 2 കോടി തൊഴിൽ എല്ലാ വർഷവും ഉണ്ടാക്കാന്ന് പറഞ്ഞ സർക്കാർ 1 കോടി തൊഴിൽ നഷ്ടപ്പെട്ടിട്ടേ. ഇപ്പോ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ തൊഴിലില്ലായ്മയുടെ
ഫിഗേഴ്സ് 1938 മുമ്പ് 1938 ശേഷം വെച്ച ഫിഗേഴ്സത്തെ എല്ലാം വെച്ച് കൂടുതൽ തൊഴിലില്ലായ്മയാണ് ഇന്ന് ഭാരതത്തിലുള്ളത്. അത് ഈ സർക്കാരിന്റെ വലിയൊരു സംഭാവനയാണ് നമ്മൾക്ക്. ഇപ്പൊ എങ്ങനെയാണ്, എന്താ അവര് ഗ്യാരണ്ടി? അവരെല്ലാവർക്കും കള്ളപ്പണം സ്വിസ് ബാങ്കിൽ നിന്നൊക്കെ തിരിച്ചു കൊണ്ടുവന്നൊരു 15 ലക്ഷം എല്ലാ ഇന്ത്യക്കാരുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണുന്നതിന് ശേഷം ആർക്കൊരു പൈസ കിട്ടിയിട്ടുണ്ടോ? അവരെന്താ പറയണേ? അതൊരു ജുംല ആയിരുന്നു. ജുംലയാണ് അവർ ഗ്യാരണ്ടി. ജുംല എന്ന് പറഞ്ഞാൽ ഇലക്ഷന് കൊടുക്കുന്ന വാക്ക്, അതൊന്നും ശരിക്കും നമ്മൾ കൂടുതൽ ഗൗരവമോടെ എടുക്കരുത് എന്നാണ് എൻ്റെ അർത്ഥം. ആ ജുംല എന്ന് പറഞ്ഞ വാക്ക് ആരാണ്? നമ്മുടെ ഹോം മിനിസ്റ്ററാണ്. അങ്ങനെയുള്ള ജുംലയാണ് ഈ മോദി ഗ്യാരണ്ടീൻ്റെ ഒരൊറ്റ അർത്ഥം. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എല്ലാവർക്കും ബുദ്ധിയും അറിവും കഴിവുള്ള ആൾക്കാരാണ്. നമ്മളിതെല്ലാം ചൂണ്ടിക്കാണിച്ച് നോക്കിയാൽ മതി. പെട്രോൾ വിലക്കയറ്റം എന്തുകൊണ്ടാണ് സംഭവിച്ചത്? പെട്രോളും ഡീസലും ടാക്സ് ആണ്. ഭൂരിപക്ഷം ടാക്സ് കൊണ്ട് കൂടി വന്നിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവ് ചിദംബരം 2 മാസം മുമ്പ് പറഞ്ഞു, പേടിക്കേണ്ട, ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന 1-2 ദിവസം മുമ്പ് കുറച്ചൊരു ചുരുക്കമുണ്ടാകും. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇന്നലെ 2 രൂപ ചുരുക്കി പെർ ലിറ്റർ, ഇല്ലേ? നോക്കിക്കോളൂ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം വീണ്ടും അവർ കയറ്റാൻ. അതന്നെ നമ്മൾ ഓരോരോ കാര്യത്തിൽ കാണുന്നത്. ഇങ്ങനെ ജനങ്ങളുടെ മനസ്സും വിശ്വാസവും നമ്മൾ കളിക്കുന്ന ഒരു സർക്കാരിന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വോട്ട് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ 2 മറുപടി മാത്രമേ പറയുന്നുള്ളൂ. ഒന്ന്, ഈ പ്രവർത്തനം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ആ പ്രവർത്തനം ഇനിയും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ആളുണ്ട്. നമ്മുടെ മുൻ DCC പ്രസിഡന്റ് മോഹൻകുമാറിനെ സ്വാഗതം പറയുന്നു, വരും. അത് മാത്രമല്ല, ഒരു അവസാനത്തെ പോയിന്റ് വേണ്ടി ഞാൻ നിർത്താം. അതെന്താണ്? രാഷ്ട്രീയത്തിൽ വികസന പ്രവർത്തനം അത്യാവശ്യമാണ്. ആരും വികസനം വേണ്ടെന്ന് പറയില്ല. ചില വിഷയങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരം കൊണ്ടുവരാനാണ് ഈ ഉത്തരവാദിത്തം. പക്ഷെ വികസനമല്ല, മാത്രമല്ല ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥിയുടെ സംസാരിക്കാൻ ആവശ്യമുള്ളത്. വേറെ ഒരു വിഷയം എന്താണ് നമ്മളുടെ നിലപാട്? ഈ രാജ്യത്തിൽ പല വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഞാൻ നിരവധി തവണ പറഞ്ഞിരിക്കുകയാണ്, ഈ തെരഞ്ഞെടുപ്പ് ശരിക്കും ഭാരതത്തെ ആത്മാവിന് വേണ്ടി ഒരു സംഘർഷമാണ്. കാരണം ഭാരതത്തെ കുറിച്ച് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും മൗലാന ആസാദും ഡോക്ടർ അംബേദ്കറും ഉണ്ടായിരുന്ന ഒരു സങ്കല്പം ഭാരതം എന്താണെന്ന്, അതിനെ ഇപ്പോൾ വെല്ലുവിളി തരുന്ന ഒരു രാഷ്ട്രീയമാണ് നമ്മൾ ഭരിക്കുന്ന BJP സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.